നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മലയാള സിനിമയുടെ തുടക്കകാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സ്വന്തമായൊരു പന്താവ് വെട്ടിത്തെളിച്ച തിരക്കഥാകൃത്ത്, ഒരിക്കലും ഒരു തിരക്കഥാകൃത്താകും, സിനിമയിൽ ഒരു തിരക്കഥാകൃത്താകുമെന്ന് ചിന്തിക്കാത്ത ജീവിത പശ്ചാത്തലത്തിൽ നിന്നും വന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിരുന്നു, തയ്യൽ തൊഴിലാളിയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നാടകങ്ങൾ എഴുതിയിരുന്ന ആളായിരുന്നു. ഒരു ശരാശരി മലയാളിക്കും താഴെയുള്ള ജീവിത പശ്ചാത്തലത്തിൽ നിന്നും മലയാള സിനിമാ രംഗത്ത് സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്തുവെങ്കിലും ജീവിതയാത്രയിൽ സിനിമാക്കാരൻ്റെ പളപളപ്പുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാനാകാതെ വിട പറയേണ്ടി വന്ന ഹതഭാഗ്യനായ പച്ചയായ ഒരു മനുഷ്യൻ. വാമൊഴിയായും വരമൊഴിയായും കുട്ടിക്കാലം മുതൽ കേട്ടിരുന്ന വടക്കംപാട്ടിൻ്റെ ഏടുകളിൽ നിന്ന് പണം വാരുന്ന സിനിമകൾക്കുള്ള കഥകളുണ്ടാക്കാം, തിരക്കഥയുണ്ടാക്കാമെന്ന് മലയാളിയെ ആദ്യമായി പഠിപ്പിച്ച മനുഷ്യൻ. സ്നേഹപൂർവ്വം ചിലർ ആശാൻ എന്ന് വിളിച്ചു, ചിലർ ശാരംഗപാണി ആശാൻ എന്നൊക്കെയായിരുന്നു ഈ പ്രശസ്തനായ തിരക്കഥാകൃത്തിനെ പരിചിതർ വിളിച്ചു പോന്നിരുന്നത്. ശാരംഗപാണി എന്ന തിരക്കഥാകൃത്തിൻ്റെ വിജയവും പരാജയവും എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ, അദ്ദേഹം ആസ്ഥാന വിദൂഷകനെ പോലെ അല്ലെങ്കിൽ ഒരു ആസ്ഥാന കവിയെപ്പോലെ ഉദയായുടെ അല്ലെങ്കിൽ കുഞ്ചാക്കോയുടെ മാത്രം എഴുത്തുകാരനായി പോയി എന്നതാണ് കാരണം എന്ന് ഞാൻ പറയും. ഉദയയിൽ നിന്നും അപ്പച്ചൻ പിരിഞ്ഞപ്പോൾ, കുഞ്ചാക്കോയുടെ മരണശേഷം ഉദയയുടെ സർവ്വ സ്വത്തുക്കളും മൂന്നായി ഭാഗിച്ചിരുന്നു. ഒരു ഭാഗം കുഞ്ചാക്കോയ്ക്ക്, ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ, ഒരു ഭാഗം അനുജൻ അപ്പച്ചനുമായിരുന്നു. കുഞ്ചാക്കോയുടെ നിലച്ചിരിക്കാത്ത മരണത്തോടെ ബോബനുമായി, കുഞ്ചാക്കോയുടെ മകനുമായിട്ട് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്നൊക്കെ പറയും പോലെ അപ്പച്ചൻ തൻ്റെ ഓഹരി വാങ്ങി ഉദയയിൽ നിന്നും പിരിഞ്ഞു. അങ്ങനെ ഉദയ പങ്കുവയ്ക്കുമ്പോൾ മൂന്നിൽ 2 ഭാഗം കുഞ്ചാക്കോയുടെ മക്കൾക്കും ഒരു ഭാഗം അപ്പച്ചനുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അപ്പച്ചൻ ശാരംഗപാണിയെ ഞാൻ തുടങ്ങുന്ന നവോദയ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചു. കാരണം വടക്കംപാട്ട് സിനിമകൾക്കെങ്കിലും ഒരു പ്രത്യേകമായ ശൈലി ഉണ്ടാക്കിയെടുത്ത ആളല്ലേ ശാരംഗപാണി. അദ്ദേഹം എൻ്റെ കൂടെ നിൽക്കണമെന്ന് അപ്പച്ചന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനോട് ഉദയ വിട്ട് പോകരുത് എന്ന് കുഞ്ചാക്കോയുടെ മകൻ ബോബൻ കുഞ്ചാക്കോ, ഇപ്പോഴത്തെ നമ്മളെ കുഞ്ചാക്കോ ബോബൻ എന്നുള്ള നടൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദയയിൽ തന്നെ ഉറച്ചു നിന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് ഞാൻ പറയും. അദ്ദേഹം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതൊന്നുമില്ല. ഫലത്തിൽ ശാരംഗപാണി എന്ന തിരക്കഥാകാരൻ ഉദയയ്ക്ക് സ്വന്തമെന്നോ ഉദയയുടെ വക്താവായോ മാത്രം ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. ഉദയയ്ക്ക് ശാരംഗപാണി വെറുമൊരു തിരക്കഥാകൃത്ത് മാത്രമായിരുന്നില്ല, മുതലാളിയുടെ ആളായി നിന്നു എന്നതാണ് ശാരംഗപാണി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അപജയമെന്നോ പരിമിതിയെന്നോ പറയാം. സത്യസന്ധമായി പറയുകയാണ് ഞാൻ. കാരണം എന്തെല്ലാം കാണിക്കാൻ പാടില്ല അതെല്ലാം കാണിക്കുന്ന ഉദയ സ്റ്റുഡിയോ കെട്ടിപ്പടുക്കാനായി ഒരുപാട് സഹായങ്ങൾ ചെയ്ത ടി വി തോമസ് അടക്കമുള്ളവരെ പിണങ്ങിയ കുഞ്ചാക്കോ എന്ന് പറഞ്ഞ മുതലാളിയോടൊപ്പം നിന്നതാണ്, അടിയുറച്ച് നിന്നതാണ് ശാരംഗപാണിയുടെ പരിമിതി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അപജയം എന്ന് വേണമെങ്കിലും പറയാം. ഈ അടുത്ത കാലത്ത് എന്നെ വിളിച്ച ഒരാൾ പറഞ്ഞത്, നിവൃത്തിയില്ലായ്മ കൊണ്ട് ഒരു സിനിമാക്കാരൻ കുഞ്ചാക്കോയെ കണ്ട് തൻ്റെ ദയനീയ അവസ്ഥ പറയുന്നു. എല്ലാം കേട്ട കുഞ്ചാക്കോ പറയാവുന്ന തെറിയൊക്കെ പറഞ്ഞിട്ട് അവനെ ശരിക്ക് തെറി വിളിച്ചിട്ട് ശാരംഗപാണിയെ കണ്ട് ഒരു 2000 രൂപ വാങ്ങിച്ചോ എന്ന് പറയുന്നു. തെറിയൊക്കെ മുതലാളി വിളിച്ചെങ്കിലും 2000 രൂപ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി ഈ വന്ന തൊഴിലാളി ഓടി ശാരംഗപാണിയുടെ അടുത്തെത്തി കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു മടിയുമില്ലാതെ, എന്താ പറയുക,
ഒരു 2000 രൂപയുടെ തുണ്ടെഴുതി തരും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു മടിയും കൂടാതെ അദ്ദേഹം 250 രൂപ ഇദ്ദേഹത്തിന് നൽകാൻ കാശൊക്കെ കൈകാര്യം ചെയ്യുന്ന അപ്പച്ചന് തുണ്ട് കൊടുക്കുമായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം 2000 രൂപ മുതലാളി അനുവദിച്ചാൽ പോലും ചാരംഗപാണി അനുവദിക്കുന്നത് 250 രൂപയായിരുന്നു അത്രേ. ഇത്തരം നിരവധി പരാതികൾ തിരക്കഥാകൃത്തായി വിലസേണ്ടിയിരുന്ന ശാരംഗപാണിയെക്കുറിച്ച് പലരും പറയുമായിരുന്നു. പരസ്യമായി പറയില്ലായിരിക്കാം, നമ്മളെ വിളിക്കുന്ന പഴയകാല ആൾക്കാർ പല കഥകളും പറയുമല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഒരുത്തനെന്ന് പറയാൻ പാടില്ല, കാരണം പ്രായം കൊണ്ട് എന്നെക്കാൾ ഒരുപാട് മൂത്തതാണ്. വിവരക്കേടിൻ്റെ ആശാന മാസ്റ്റർ ബിൻ എന്ന് പറഞ്ഞ ചാനലിലെ ബിനോയിയൊക്കെ വിളിച്ചിട്ട്, ബിനോയ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, എനിക്ക് ആ ശാന്തിയുള്ള ദിനേശനെ കുറിച്ച് 4 തെറി പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ചെന്നിരുന്ന് നമ്മളിങ്ങനെ തെറി പറയും. കാരണം ഉദയ സ്റ്റുഡിയോയിൽ ഒരു അപ്രൻറ്റീസായിട്ടൊക്കെ നിന്ന പരിചയമുള്ളൂ. പക്ഷേ പറഞ്ഞു കേട്ടതൊന്നും ഞാനും കുഞ്ചാക്കോ മുതലാളി കൂടെയാണ് സിനിമ എടുത്തതെന്ന്. ഞാൻ അതിൻ്റെ വിശദമായ ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. വിജയശ്രീ കുളിക്കുന്ന രംഗം ചിത്രീകരിക്കുമ്പോൾ സൂം ലെൻസ് ഇട്ടാണ് എടുത്തതെന്ന് പറയുന്നത്, ഇവൻ എന്ത് വിവരം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെപ്പറ്റി ഒരുപാട് ഈ അടുത്ത കാലത്ത്. അപ്പോൾ ബിനോയ് എന്നെ വിളിച്ചു കേട്ടു, സാറേ ആ കോവളത്തുള്ള മഹാനുണ്ടല്ലോ ഉദയ സ്റ്റുഡിയോയിലെ മഹാൻ, അയാൾ എന്നെ വിളിച്ചിട്ട് ശാന്തി വിളയ്ക്ക് ഒരു മറുപടി കൊടുക്കാനുണ്ട്, എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാമോ എന്ന് ചോദിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു എടുക്ക്, മാക്സിമം അയാളെ കൊണ്ട് തെറി വിളിപ്പിക്കും എന്നെ. എന്ത് സാറേ? ഞാൻ പറഞ്ഞു വിളിപ്പിക്കുന്നേ, ഞാനതിന് മറുപടി പറഞ്ഞോളാം. കാരണം ഞാൻ തെളിവുകൾ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ശാരംഗപാണി ആശാൻ്റെ കഥ കേട്ടാലും പറയാം, ശാരംഗപാണിയെക്കുറിച്ച് പറയാം, എവൻ ആര്? ശാരംഗപാണിക്ക് എഴുതാൻ പറഞ്ഞു കൊടുത്തത് ഞാനല്ലേ എന്നൊക്കെ പറഞ്ഞ് നാളെ വേറെ ഏതെങ്കിലും ബിനോയിയുടെ ചാനലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെന്ന് പറയുമായിരിക്കും. എന്തായാലും മുതലാളിക്ക് വേണ്ടി ആവശ്യത്തിലധികം കാര്യങ്ങളിൽ കൈകടത്തി നിരവധി പരാതികൾ ഉണ്ടാക്കിയെടുത്ത തിരക്കഥാകൃത്തായിരുന്നു. എന്താ പറയുക, തിരക്കഥാ രംഗത്ത് വിലസേണ്ടിയിരുന്ന മനുഷ്യന് പറ്റിയ അപചയം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇങ്ങനെയൊക്കെ മുതലാളിയെ ലാഭിച്ചു കൊടുത്ത ശാരംഗപാണിക്ക് മുതലാളി മാന്യമായി എന്തെങ്കിലും ചെയ്തോ എന്ന് ആരും പറയുന്നില്ല. അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് ചോദിക്കാനും നിവൃത്തിയില്ല. അഭിനേതാക്കൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് മുന്നിലൂടെ ശാരംഗപാണി ആശാൻ നടന്നു പോകുമ്പോൾ അത് കണ്ട് ഏതെങ്കിലും ഒരു നടൻ ഒരു മുറിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ചോദിക്കും, ആശാനെ ഇന്ന് എൻ്റെ സീൻ എടുക്കുമോ? എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 10 മണിക്ക് പോകണം അല്ലേ നാളെ? അതിനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം, മറ്റന്നാൾ വൈകിട്ട് 5 മണിക്ക് മുമ്പ് തിരിച്ചെത്തണം, കാരണം രാത്രി സീൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് പറയേണ്ടത് ഒരു സഹസംവിധായകനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ ഒരു പ്രൊഡക്ഷൻ മാനേജരോ പറയേണ്ട കാര്യമാണ്. പക്ഷേ നടന്മാർക്കോ നടിമാർക്കോ ഉദയ വിട്ട് പോകണമെങ്കിലും തിരിച്ചു വരേണ്ടതും ഒക്കെ തീരുമാനിക്കുന്നത് ശാരംഗപാണി ആശാനായിരുന്നു. അതുപോലെ ഈ നടനോട് സംസാരിച്ചിട്ട് നടന്ന് നേരെ പോകുന്ന ഫ്ലോറിലേക്കായിരിക്കും. അവിടെ ആശാൻ എത്തുമ്പോൾ ആർട്ട് ഡയറക്ടർ ഓടിക്കൊണ്ടുവരും. അദ്ദേഹം ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് ശാരംഗപാണി ആശാനെ ഏൽപ്പിക്കും. 2 കിലോ ആണി വേണം, ഒരു 150 കോല് പട്ടിയിൽ വേണം, 1.5 ലിറ്റർ പെയിൻറ്റ് വേണം എന്നൊക്കെ ആയിരിക്കും ആ ലിസ്റ്റിലുണ്ടായിരിക്കുക. ശരി, അത് വാങ്ങിത്തരാൻ ഞാൻ അപ്പച്ചനോട് പറയാമെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം. പക്ഷേ അദ്ദേഹം ചോദിക്കുന്നത് എത്ര ഇഞ്ച് ആണി വേണം? മെനഞ്ഞാന്ന് വാങ്ങിയ ആണിയിൽ മിച്ചമില്ലേ? കഴിഞ്ഞ സെറ്റ് പൊളിച്ചതിൽ കിട്ടിയ പട്ടിയിൽ എന്തു ചെയ്തു എന്നൊക്കെ ചോദിച്ചിട്ട് അവസാനം ഒരു വെട്ടിത്തിരുത്തലൊക്കെ നടത്തി. അതായത് ഇപ്പോൾ 2 കിലോ ആണി വേണമെന്ന് പറഞ്ഞാൽ അതൊരു 1.5 കിലോ ആക്കി, 150 കോല് പട്ടിയിൽ വേണമെന്ന് പറഞ്ഞാൽ അത് 100 ആക്കി. മുതലാളിയെ എന്താ പറയുക, സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലാഭപ്പെടുത്താനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് അപ്രൂവൽ ചെയ്ത് വിടും. ഈ പേപ്പർ ശാരംഗപാണി ആശാൻ ഒപ്പിട്ട പേപ്പർ അപ്പച്ചൻ്റെ മുന്നിൽ ചെന്നാൽ മാത്രമേ അദ്ദേഹം കാശ് കൊടുക്കൂ. അതുപോലെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട പണിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഉദയയിലെ തിരക്കഥാകൃത്തായ ആശൻ നിർവാഹക ചുമതല കൂടി, നിർമ്മാണത്തിൻ്റെ ചുമതല കൂടി ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ആ ഡയറക്ടറെ കണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ പുള്ളി മെസ്സിലേക്ക് ചെല്ലും. ഇന്ന് എത്ര ചാള വാങ്ങിച്ചു? മുരിങ്ങയ്ക്ക് എന്താണ് ഇപ്പോഴത്തെ വില? ജീരകം ഇത്ര വേഗം തീർന്നോ എന്നൊക്കെ പറഞ്ഞ് അതും തിരക്കും. ഇതൊന്നും ഒരു തിരക്കഥാകൃത്ത് ചോദിക്കേണ്ട ജോലിയല്ല. പക്ഷേ ശാരംഗപാണി ആശാൻ ഉദയയുടെ എല്ലാം ആയിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം നേരെ മുതലാളിയുടെ മുറിയിലേക്ക് കയറും. മുറിയിലേക്ക് കയറുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റേ നടൻ നിന്ന് പോകണമെന്ന് പറഞ്ഞ കാര്യവും
മറ്റേ 150 കോല് പട്ടിയിൽ വാങ്ങിക്കണമെന്ന് ആ ഡയറക്ടർ പറഞ്ഞ കാര്യവും മറ്റേ മെസ്സിൽ ജീരകം തീർന്ന കഥയും ഒക്കെ മുതലാളിയോട് പറയും. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി എന്നായിരിക്കും മുതലാളി കൊടുക്കുന്ന മറുപടി. അവിടെ അല്പസമയം മാത്രമേ അദ്ദേഹം ഉണ്ടാവൂ. നേരെ അപ്പച്ചൻ്റെ മേശയ്ക്ക് മുന്നിൽ ചെല്ലും. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് പുറത്തിറങ്ങുമ്പോഴായിരിക്കും ഒരു തൊഴിലാളി മുതലാളിക്ക് കൊടുക്കേണ്ട അപേക്ഷയുമായി നിൽക്കുന്നത്. അതിനും ആശാൻ തന്നെ മിക്കവാറും തീർപ്പ് കൽപ്പിക്കും. എന്താ കത്തിൻ്റെ കാര്യം പറയും. ഇങ്ങനെയാണ്, എൻ്റെ മോളെ കല്യാണമാണ്, ഇത്ര 10 പവൻ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്, എൻ്റെ ഒരു പാങ്ങുമില്ല, എന്തെങ്കിലും മുതലാളി കൊണ്ട് ചോദിക്കാമെന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ്, എടേ ഇപ്പം പണം എടുക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ പൈസയൊന്നും ഇല്ല മുതലാളിയില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച്, നോക്കട്ടെ ഞാൻ പറയാം, ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിലൂടെ മാത്രമേ ഉദയയിലേക്ക് അല്ലെങ്കിൽ കുഞ്ചാക്കോ മുതലാളിയുടെ അടുത്തേക്ക് എത്താൻ പറ്റൂ. തിരക്കഥ എഴുതുന്നതിനുമപ്പുറം ഉദയയുടെ മുഖ്യ കാര്യദർശി എന്ന ഭാരം ചുമന്ന് ജീവിച്ച തിരക്കഥാകാരനായിപ്പോയി ശാരംഗപാണി ആശാൻ. വേണമെങ്കിൽ ഇതിനെ ഉദയ സാമ്രാജ്യത്തിൻ്റെ സർവാധികാരിക്കാരനായോ ആരും ആവശ്യപ്പെടാതെ തന്നെ ഉദയയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ട് സ്വമേധയ എല്ലാം ചെയ്തു പോന്ന വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ആശാൻ്റേതെന്നും നമുക്ക് പറയാം. അങ്ങനെയും പറയാം, ആ കാഴ്ചപ്പാടിലൂടെയും പറയാം. പക്ഷേ മുതലാളി അനുവദിച്ച 2000 250 കുറച്ച് മുതലാളിയുടെ പ്രീതിയും തൊഴിലാളിയുടെ പ്രാക്കും നേടിയിരുന്നു ശാരംഗപാണി എന്നത് ചരിത്രമാണ്. ഉദയ ഏതാണ്ട് കുഞ്ചാക്കോയുടെ അസ്തമിച്ചല്ലോ. ഉദയയെ നിലനിർത്താൻ മകൻ ബോബൻ കുഞ്ചാക്കോ ശ്രമിച്ചപ്പോഴൊക്കെ പിൻബലമായി ശാരംഗപാണി നിന്നു. പക്ഷേ ഉയർത്തെണീറ്റില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ കിരീടവും ചെങ്കോലും നഷ്ടമായ തിരക്കഥാകാരനായി ശാരംഗപാണി വീട്ടിൽ പഴയ കാല കഥകളായി ഇറക്കി കഴിയുമ്പോഴാണ് മാറ്റയുടെ പരമ വിശിഷ്ട അംഗത്വം അദ്ദേഹത്തിന് നൽകുന്നത്. അതാ വിശിഷ്ട അംഗത്വം നൽകുന്നത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള ഷീൽഡ് ഏറ്റുവാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയവും അദ്ദേഹത്തിൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാനൊക്കെ അപ്പോൾ മാറ്റയിൽ സജീവ പ്രവർത്തകനാണ്. ആ ഷീൽഡും വാങ്ങി നസീർ സാറിനെ പോലെ പൊടി മീശയല്ലേ അതൊക്കെ വെച്ച് അനാരോഗ്യവനായ ശാരംഗപാണി ആശാൻ്റെ മുഖം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. 1925 ജൂലൈ 28 ആലപ്പുഴ ആറാട്ട് വഴി കാഞ്ഞിരഞ്ചിറ അന്തേക്ക് പറമ്പിൽ കങ്കാളി പാപ്പി ദമ്പതികളുടെ 12 മക്കളിൽ 8ാമനായാണ് ശാരംഗപാണിയുടെ ജനനം. സ്വന്തമായി ഭൂമിയില്ലാത്തവർ ജന്മിമാരുടെ സ്ഥലത്ത് കുടിൽ കെട്ടി താമസിച്ചിരുന്ന കാലമായിരുന്നു അക്കാലം. മംഗലത്ത് കുടുംബക്കാരുടെ കുടിയാന്മാരാണ് ശാരംഗപാണിയുടെ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ ദയാദാക്ഷിണ്യത്തിലാണ് ജീവിച്ചിരുന്നത്. അല്ലാതെ സ്വന്തമായി 1 സെൻറ്റ് ഭൂമി പോലുമില്ല. കുടികിടപ്പിന് വാടകയില്ലെങ്കിലും ജന്മിയുടെ പറമ്പിലെ കൃഷിക്ക് മുഴുവനും വേലയെടുക്കണമായിരുന്നു. അതാണ് വാടക. വിളവെടുക്കാൻ പോലും അവകാശമില്ലാതെ പകലന്തിയോളം പണിയെടുക്കണം. അതാണ് അക്കാലം. ചില ദിവസങ്ങളിൽ പുറംപണി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നാൽ തളർന്നുറങ്ങാൻ പോലും കഴിയാതെ റാന്തൽ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ രാത്രി ഏറെ ചെല്ലും വരെ പറമ്പിലെ തെങ്ങുകൾക്ക് മുഴുവൻ വെള്ളം നനയ്ക്കണം. ജന്മിയുടെ നോട്ടക്കാർ വന്ന് കാലുകൊണ്ട് മണ്ണ് അമർത്തി നോക്കി നനവ് വിലയിരുത്തും. ആ തള്ള വിരലുകൊണ്ട് ഇങ്ങനെ മണ്ണിങ്ങനെ മാന്തി നോക്കും. അപ്പോൾ വെള്ളം വീണ് നല്ല തണുത്ത് കിടക്കുകയാണെങ്കിൽ മണ്ണിളവുമല്ലോ. അങ്ങനെ ഇളവിയില്ല എങ്കിൽ ഈ കാര്യക്കാരൻ പറയും, നോട്ടക്കാരൻ പറയും, ഇവൻ പറ്റിച്ചു, ഇവൻ നേരായ രീതിയിൽ വെള്ളം ഒഴിച്ചില്ല ജമ്മി എന്ന് പറയും. ജമ്മീരമായിരിക്കുന്ന തെറി മുഴുവൻ ഈ കുടികിടപ്പുകാരൻ കേൾക്കും. അമ്മയെ കെട്ടിപ്പിടിച്ച് കുഞ്ഞായ ശാരംഗൻ ഉറങ്ങുമ്പോഴായിരിക്കും വെളുപ്പാങ്കാലത്ത് ജമ്മിയുടെ ചിങ്കിടികൾ വന്ന് വിളിച്ചുണർത്തിയിട്ട് പറമ്പ് നനയ്ക്കാൻ പറയുന്നത്. വെള്ളം നനയ്ക്കാനായി അമ്മ എണീറ്റ് പോകുമ്പോൾ പിന്നാലെ കരഞ്ഞുകൊണ്ട് ശാരംഗന് ഓടും. അപ്പോൾ ചിങ്കിടികളിൽ ഒരാളായ കേശവ മൂപ്പൻ ശാരംഗൻ്റെ കരച്ചിലടക്കാനായി അവനെ തോളിലിട്ടിട്ട് വടക്കം പാട്ടുകൾ ഈണത്തിൽ ചൊല്ലും. ഉണ്ണിയാർച്ചയുടെയും ചതിയൻ ചന്തുവിൻ്റെയും ആരോമൽ ചേകവരുടെയും ഒക്കെ വീരകഥകൾ കേശവ മൂപ്പൻ ഈണത്തിൽ ചൊല്ലുന്നത് ശാരംഗൻ കേട്ടു പഠിച്ചു. ചാണകം മെഴുകിയ തറയിൽ അമ്മ പാപ്പിയുടെ മടിയിൽ മാനം നോക്കി കിടന്നിരുന്ന രാവുകളിൽ പുത്തൂരം തറവാടിൻ്റെ വീരകഥകൾ അമ്മ പാടി കേൾപ്പിച്ചിരുന്നതും ശാരംഗന് മനപ്പാടമായി. അച്ഛൻ കങ്കാളി കൗമുദി പത്രം മുടങ്ങാതെ വായിച്ചിരുന്ന ആളായിരുന്നു. അന്നത്തെ കാലത്ത് കൗമുദി പത്രം മുടങ്ങാതെ വായിക്കുക എന്ന് പറഞ്ഞാൽ വിവരമുള്ള ഒരാളായിരുന്നു
കങ്കാളി എന്ന് പറയാം. വ്യക്തമായ സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തോടെ സംസാരിച്ചിരുന്ന ഒരാളായിരുന്നു കങ്കാളി. കങ്കാളി എന്ന പേരിന് പരിഷ്കാരം പോരെന്ന് തോന്നി അദ്ദേഹം സ്വന്തം പേര് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കേശവൻ എന്നാണ് പറഞ്ഞിരുന്നത്. ശാരംഗപാണിയുടെ അച്ഛൻ. കങ്കാളി എന്നുള്ള എന്തോ ഒരു കുറവെന്ന് തോന്നി അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം തന്നെ സ്വയം കേശവൻ എന്ന് പേരിട്ടു. മരണാനന്തര ചടങ്ങുകൾ, പൂജകൾ എന്നിവയൊക്കെ വശമുള്ള ആളായിരുന്നു കങ്കാളി എന്ന കേശവൻ. പൂജകളിലൊന്നും ഇല്ലാത്ത ആളായിരുന്നെങ്കിലും ആളുകൾ കങ്കാളി പൂജ ചെയ്താൽ അച്ചട്ട് എന്ന് വിശ്വസിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ഈ പൂജയിലും മന്ത്രവാദത്തിലൊന്നും വിശ്വാസമില്ല. പക്ഷേ നാട്ടുകാർ പറയുന്നത് കങ്കാളി ചെയ്താൽ അച്ചട്ട ഫലിക്കും. അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പൂജയ്ക്ക് പോകുമായിരുന്നു. നല്ല വായനാശീലം. മക്കളെ കങ്കാളി യുക്തിവാദികളായി വളർത്തി. വീട്ടിൽ സാമ്പത്തിക പരാധീനതകൾ കൂടിയപ്പോൾ 5ാം ക്ലാസ്സിൽ വെച്ച് ശാരംഗപാണി അല്ലെങ്കിൽ ശാരംഗൻ പഠനം ഉപേക്ഷിച്ചു. 12 വയസ്സ് പ്രായമുള്ള ശാരംഗൻ നാട് വിട്ടു. ബോട്ട് മാർഗം ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്കും അവിടുന്ന് ബസ്സിൽ തലസ്ഥാനത്തും എത്തി. തിരുവനന്തപുരത്ത് ഒരു തയ്യൽ കടയിൽ ബട്ടൺ പിടിപ്പിക്കുന്ന പണി കിട്ടി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് മടുത്തു. മറ്റെന്തെങ്കിലും ജോലി അന്വേഷിച്ച് ചെങ്കോട്ടയ്ക്ക് പോവാൻ കള്ളവണ്ടി കയറാൻ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ പോലീസ് പിടിച്ചു. വീട്ടുകാർ വന്നാണ് പിന്നെ കൂട്ടിക്കൊണ്ടുപോയത്. ആലപ്പുഴ എംപയർ കൊയർ വർക്സിൽ ജോലി കിട്ടി. 2 ചക്രം കൂലി. കയറിൻ്റെ തടുക്കുണ്ടാക്കാനായി. കയർ വണ്ടി ചുറ്റുന്ന പണിയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. അങ്ങനെ കയർ വണ്ടി ചുറ്റുന്ന പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കയറിൻ്റെ ക്രമം തെറ്റി. അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. കൊച്ചു പ്രായമല്ലേ. അവിടെ കാര്യങ്ങൾ നോക്കി നടന്ന മൂപ്പൻ ആ കയർ തെറ്റുന്നത് കണ്ടു. അടുത്ത് കിടന്ന തടി കഷ്ണം എടുത്ത് മൂപ്പൻ ശാരംഗനെ തല്ലി. അന്ന് വൈകുന്നേരം മൂപ്പൻ വരുന്ന വഴിയിൽ മരത്തിൽ കയറിയിരുന്ന് തെറ്റാലി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ കാക്കയൊക്കെ കല്ല് വെച്ചടിച്ച് കൊല്ലുന്നത്, ആ തെറ്റാലിയും കൊണ്ടൊരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നിട്ട് മൂപ്പൻ നടന്നു വന്നപ്പോൾ കല്ല് വെച്ചൊരു കാച്ചം കാച്ചി. മൂപ്പൻ്റെ തല പൊട്ടി. മൂപ്പൻ ആശുപത്രിയിലായി. അപ്പോൾ മൂത്ത സഹോദരി എടപ്പള്ളിയിലാണ് കല്യാണം കഴിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ആരോടും പറയാതെ ശാരംഗൻ എടപ്പള്ളിയിലേക്ക് മുങ്ങി. അളിയന് തുന്നൽ കടയാണ്. അപ്പോൾ ആ തുന്നൽ കടയിൽ സഹായിയായി നിന്ന് തുന്നൽ പഠിച്ചു. അങ്ങനെ തുന്നൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓണക്കാലം വന്നു. രാപ്പകൽ തയ്യലോട് തയ്യലായിരുന്നു. നല്ല ക്ഷീണം. ശരീരത്തിന് വയറ്റിലെ അസുഖങ്ങൾ മാറ്റാൻ പട്ടച്ചാരായവും ദശമൂലാരിഷ്ടവും സമാസമം ചേർത്ത് കഴിച്ചാൽ മതിയെന്ന് കൂടെ പഠിച്ച ഏതൊരു വിദ്വാൻ ശാരംഗനെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ശരീരത്തിലെ ഈ ക്ഷീണവും ഉറക്കക്കുറവും ഒക്കെ മാറ്റാനായിട്ട് ശാരംഗൻ എന്ന് പറഞ്ഞ കൊച്ചു പയ്യൻ ചാരായ ഷാപ്പിൽ കയറി സാധനം ഓർഡർ ഇടാനായി ബെഞ്ചിലിങ്ങനെ ഇരിക്കുമ്പോൾ, ഡെസ്കും ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിലിങ്ങനെ ഇരിക്കുകയാണ്. സപ്ലൈക്കാരൻ വരുമ്പോൾ ഓർഡർ ചെയ്യാം, 1/2 ഗ്ലാസ് ചാരായം അല്ലെങ്കിൽ 1 ഗ്ലാസ് ചാരായം ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ കട്ടി കണ്ണട വെച്ച ജുബ്ബ ധരിച്ച ഒരു അതികായൻ ഷാപ്പിലേക്ക് കയറി വന്നു. നരുന്ത് പോലൊരു പയ്യൻ ഷാപ്പിലിരിക്കുന്നത് കണ്ട് വന്നയാൾ കുശലം തിരക്കി. എന്തരേ ഇവിടെ വന്നിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചോദിച്ചു. കൂട്ടുകാരൻ പറഞ്ഞത് പരീക്ഷിക്കാൻ വന്നതാണെന്നുള്ള സത്യം ശാരംഗൻ പറഞ്ഞു. അപ്പോൾ ആ വന്ന അതിഥി തന്നെ അല്പം ചാരായം ഒരു ഗ്ലാസ്സിലൊഴിച്ച് മുന്നിൽ വെച്ചു കൊടുത്തു. കുടിച്ചോ. കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ അതിഥി പറഞ്ഞു, ഇനി ഇതുപോലെ ആരെങ്കിലും പറയുന്ന മടയത്തരങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെ ഒരു ഉപദേശവും നൽകിയിട്ട് കാശും കൊടുത്തിട്ട് ആൾ പോയി. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് നോട്ടബിൾ ആവുന്ന ഫിഗറാണ്. അദ്ദേഹം പോയ ശേഷം പിന്നീടാണ് ശാരംഗൻ അറിയുന്നത് താൻ കാണാൻ കൊതിച്ചിരുന്ന മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു തനിക്ക് ചാരായം സമ്മാനിച്ച ആളെന്ന്. എടപ്പള്ളിയിലാണല്ലോ. പോയപ്പോൾ അടുത്തിരുന്ന ആരോടെങ്കിലും ചോദിച്ചോണം, ഇപ്പോൾ ഒന്ന് എനിക്ക് ഇതൊക്കെ വാങ്ങി തന്നിട്ട് പോയില്ലേ, ആ കട്ടി കണ്ണട വെച്ച ആളാരാ എന്ന് ചോദിച്ചു. അയ്യോ അതല്ലേ മഹാകവി ചങ്ങമ്പുഴ എന്ന് പറഞ്ഞു കാണും. ഇടപ്പള്ളിയിൽ നിന്നും മടങ്ങി നാട്ടിലെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചൂടുപിടിക്കുന്ന കാലമായിരുന്നു ആലപ്പുഴയിൽ. സർ CPയുടെ പോലീസ് തൊഴിലാളികളെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുന്ന കാലം. പകലന്തിയോളം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഉല്ലാസത്തിനായി ക്ലബ്ബുകളും വായനശാലകളും നാടകങ്ങളുമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്ന കാലം. കയർ ഫാക്ടറിക്ക് അടുത്ത് തന്നെ ശാരംഗപാണി ഒരു തയ്യൽ കട തുടങ്ങി. ഒപ്പം നാടകരചനയും തുടങ്ങി.
കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ 100-ാം വാർഷികത്തിന് കോഴിക്കള്ളൻ മത്തായി എന്നൊരു നാടകം എഴുതി ശാരംഗപാണി. അന്ന് പ്രായം 23 വയസ്സ്. കോഴിക്കള്ളൻ്റെ പിന്നാലെ വല്ലാത്ത ദുനിയാവ് എന്ന് പറഞ്ഞ അടുത്തൊരു നാടകം എഴുതി. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ആക്രമിച്ച കാലം. ഇൻസ്പെക്ടർ പൊന്നയ്യൻ നാടാരെ വാരിക്കുന്തത്തിന് ആരോ കുത്തി. ജനാർദ്ദനൻ എന്ന സഖാവ് വെടിയേറ്റ് മരിച്ചു. പൊന്നയ്യൻ നാടാർ പ്രദേശം മുഴുവൻ റെയ്ഡ് ചെയ്യാൻ ഉത്തരവിട്ടു. കമ്മ്യൂണിസ്റ്റ് വേട്ട എന്ന് പറയാം, ക്രൂരമായ കമ്മ്യൂണിസ്റ്റ് വേട്ടയായിരുന്നു. പോലീസ് സ്റ്റേഷനുകൾക്ക് ആവശ്യമായ കർട്ടനുകളൊക്കെ തുന്നുന്നത് ശാരംഗപാണിയായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനാണ്, കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെങ്കിലും സ്റ്റേഷനിലേക്ക് വേണ്ട കർട്ടനും ജനാലയ്ക്ക് വേണ്ട കർട്ടനും ഒക്കെ തുന്നുന്നത് ശാരംഗപാണിയായിരുന്നു. പോലീസുകാരുമായി നല്ല ബന്ധവുമായിരുന്നു. തയ്യൽക്കാരൻ ശാരംഗപാണി കമ്മ്യൂണിസ്റ്റ് ചാരനാണെന്ന് ആരോ പോലീസിന് ചോർത്തിക്കൊടുത്തു, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു. ചോദ്യം ചെയ്യലിനിടയിൽ ശാരംഗപാണിയെ ഇൻസ്പെക്ടർ സത്യനേശൻ തല്ലിച്ചതച്ചു എന്ന് തന്നെ പറയും. ഈഞ്ച തല്ലും പോലെ തല്ലിച്ചതച്ചു ഈ കൊച്ചു പയ്യൻ, 21 വയസ്സുള്ള പയ്യനെ. സത്യനേശനെ നിങ്ങൾക്കറിയാം. പിന്നീട് അഭിനയ സാമ്രാട്ടായി മാറിയ സിനിമാ നടൻ സത്യൻ. അതായത് ശാരംഗപാണിയുടെ ദേഹത്ത് 1 ഇഞ്ച് സ്ഥലമില്ലാതെ തല്ലിച്ചതച്ചു കളഞ്ഞു. ഉണ്ണിയാർച്ചയിലെ ആരോമൽ ചേകവരാകാൻ വർഷങ്ങൾക്ക് ശേഷം സത്യൻ ഉദയയിലെത്തി. ഉദയയുടെ സ്ഥിര നടനല്ലാത്തതിനാൽ നല്ലൊരു മുറിയല്ല സത്യന് നൽകിയത്. ഒരു ഇടുങ്ങിയ കൊച്ചു മുറിയാണ് കൊടുത്തത്. പ്രേം നസീറിനോ രാഗിണിക്കോ ഒക്കെ കൊടുക്കുന്ന പോലത്തെ ഒരു മുറി കൊടുത്തില്ല സത്യന്. ഉണ്ണിയാർച്ചയുടെ തിരക്കഥയുമായി ശാരംഗപാണി സത്യൻ്റെ മുന്നിലെത്തി. സ്വയം പരിചയപ്പെടുത്തി. സർ, അല്ലെങ്കിൽ മാഷേ, ഞാനാണ് ഇതിൻ്റെ തിരക്കഥാകൃത്ത് ശാരംഗപാണി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. കഥ വായിച്ച് കേട്ട ശേഷം കുശല പ്രശ്നങ്ങൾക്കിടയിൽ ആലപ്പുഴയിലാണ് തൻ്റെ വീടെന്ന് ശാരംഗപാണി സത്യനോട് പറഞ്ഞു. ആലപ്പുഴ എന്ന് കേട്ടപ്പോൾ കൗതുകപൂർവം കൂടുതൽ കാര്യങ്ങൾ സത്യൻ അന്വേഷിച്ചു. പുന്നപ്ര വയലാർ സമരകാലത്ത് ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായിരുന്ന താങ്കൾ ആ സമയത്തെ ചില രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ ഭാഗമായി എന്നെ അടക്കം തല്ലിച്ചതച്ചത് ഓർമ്മയുണ്ടോ എന്നായി ശാരംഗപാണി. ഒരിക്കലും സത്യം പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ ഒരു കാലത്ത് ഞാൻ തല്ലിച്ചതച്ച ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, മലയാളത്തിലെ വടക്കം പാട്ടുകളുടെ ഇതിഹാസ തിരക്കഥകൾ എഴുതുന്ന ആളായി വളരുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുമ്പോഴും അതിനുശേഷം ആലപ്പുഴക്കാരനാണെന്ന് പറയുകയും അതിനുശേഷം പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലുണ്ടായിരുന്ന കാലത്ത് താങ്കൾ എന്നെ ഇടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ട് എന്ന് അത് ഓർമ്മയുണ്ടോ എന്ന് സത്യനോട് തന്നെ ശാരംഗപാണി ചോദിച്ചു. ഇത്രയും കേട്ട സത്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശാരംഗപാണിയെ സത്യൻ കെട്ടിപ്പുണർന്നു. അന്ന് ഞാൻ മേലുദ്യോഗസ്ഥൻ്റെ ഉത്തരവ് നടപ്പാക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടറായിരുന്നു എന്ന് നിസ്സംഗനായി സത്യം പറഞ്ഞു. ഇന്ന് ശാരംഗപാണി പറയുന്നത് പോലെ അഭിനയിക്കുകയും ഡയലോഗ് പറയുകയും ചെയ്യുന്ന നടനാണ് ഞാൻ ആ പഴയ സത്യനല്ല. ഞാനിപ്പോൾ നിങ്ങൾ പറയുന്ന ഡയലോഗുകൾ നിങ്ങൾ പറയുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കീഴടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. കാലമൊരുക്കിയ ഒരു രംഗം പോലെ ആ വലിയ കലാകാരൻ്റെ കണ്ണുകളിൽ രണ്ടിറ്റ് കണ്ണീരിങ്ങനെ അടർന്നു വീണത് ശാരംഗപാണിയുടെ തോളിലാണ് പതിച്ചത്. നല്ല തങ്കയും ജീവിത നൗകയും വിശപ്പിൻ്റെ വിളിയുമൊക്കെ കോശി എന്ന് പറഞ്ഞ ആളുമായി ചേർന്ന് KNK പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർമ്മിച്ച് വലിയ വിജയമായ ശേഷം കോശിയെ ഒഴിവാക്കി ഉദയ സ്വന്തമായി ചിത്രനിർമ്മാണം തുടങ്ങി. ഭാര്യ എന്ന് പറഞ്ഞ സിനിമ നല്ല വിജയമായിരുന്നു, സത്യനും രാഗിണി അഭിനയിച്ച ഭാര്യ. പക്ഷേ മൈനത്തെരുവ് കൊലക്കേസ്, കിടപ്പാടം തുടങ്ങിയവയൊന്നും വലിയ വിജയമായില്ല. ഇതിനിടയിൽ നിലമ്പൂർ വാങ്ങിയ എസ്റ്റേറ്റുമായുള്ള ചില കേസുകൾ, ഉദയയുടെ രണ്ടാം വരവ് ആവശ്യമായി വന്നു. ഉദയ വീണ്ടും ഉയർത്തെണീക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ രണ്ടാം വരവിൽ ഉദയ കാണിക്കുന്ന സിനിമ കണ്ടോ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യാനുള്ള വിഷയം തേടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അന്ന് വരെ മലയാള സിനിമയിൽ പറയാത്തൊരു പ്രമേയം സിനിമയാക്കണം എന്ന് തീരുമാനിച്ചു. മുസ്ലിം പശ്ചാത്തലത്തിലുള്ളൊരു സിനിമ എന്ന ആശയം ശക്തമായി. ഈ അവസരത്തിലാണ് കുഞ്ചാക്കോയുടെ കുടുംബ ഡോക്ടറായ ഡോക്ടർ രാമചന്ദ്രൻ ഒരു കഥ പറയുന്നു. ഒരു മുസ്ലിം കഥയാണ്
ഡോക്ടർ രാമേന്ദ്രൻ പറഞ്ഞത്. മൊയ്തു പടിയത്ത് എന്ന കൊടുങ്ങല്ലൂരുകാരൻ എഴുതിയ ഉമ്മ എന്ന നോവൽ സിനിമയാക്കാൻ പറ്റിയ വിഷയമാണെന്നാണ് ഡോക്ടർ രാമേന്ദ്രൻ പറഞ്ഞത്. ആ ആശയം കുഞ്ചാക്കയ്ക്കും ഉൾക്കൊള്ളാനായി. കഥയുടെ പകർപ്പവകാശം വാങ്ങണം. മൊയ്തു ഈ പടിയത്തെന്ന് പറഞ്ഞാൽ ആരാ എന്ന് ചോദിച്ചപ്പം എവിടത്തുകാരന എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയില്ല ഇദ്ദേഹം എവിടത്തുകാരനാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് എന്ന് അറിയാനിടയായി. കൊടുങ്ങല്ലൂർ പോയി മൊയ്തുവിനെ പിടിക്കാൻ കുഞ്ചാക്കോ ഓർഡർ ഇട്ടു. ഒരാളെയും വിളിച്ചുകൊണ്ടിരാൻ കുഞ്ചാക്കോ പറയില്ല. ഇപ്പോൾ വയലാറിനെ ആയാലും പിടിച്ചോണ്ട് പോകാന്നേ പറയുള്ളൂ. അതുപോലെ മൊയ്തുവിനെ പിടിച്ചോണ്ടിരാൻ അനുജൻ അപ്പച്ചനോട് കുഞ്ചാക്കോ ഓർഡർ ഇട്ടു. അപ്പച്ചൻ കൊടുങ്ങല്ലൂരെത്തി. മൊയ്തുവിനെ കാണാനായില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട് കണ്ടെത്തി. മൊയ്തു ഇവിടെയാണ് താമസിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഇവിടെ ഇല്ല. അദ്ദേഹം പോയിട്ട് ദിവസം ഒത്തിരിയായി. നിങ്ങൾ എറണാകുളം ബ്രോഡ്വേയിൽ ചെന്ന ഒരു കടയുടെ പേര് പറഞ്ഞു കൊടുത്തു. ആ കടയിൽ ചെന്നാൽ അദ്ദേഹം കാണും എന്ന് ഭാര്യ പറഞ്ഞു. വണ്ടി നേരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കൊച്ചി ബ്രോഡ്വേയിലേക്ക് വിട്ടു, എറണാകുളം ബ്രോഡ്വേയിലേക്ക് വിട്ടു. കട കണ്ടെത്തി. അവരോട് മൊയ്തു പടിയത്തിനെ കുറിച്ച് ചോദിച്ചു. ഇന്നലെ വരെ മൊയ്തു ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആലപ്പുഴയ്ക്ക് പോയി എന്നാണ് ഈ കടക്കാരൻ. ആലപ്പുഴയിൽ നിന്നാണ് കൊടുങ്ങല്ലൂർ പോയത്, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ബ്രോഡ്വേയിൽ വന്നത്. അപ്പോൾ പറയാണ് ബ്രോഡ്വേയിൽ നിന്ന് മൊയ്തു ആലപ്പുഴയ്ക്ക് പോയി. ആലപ്പുഴയിൽ എവിടെയാ എന്ന് അപ്പച്ചൻ ചോദിച്ചു. കുഞ്ചാക്കോൻ്റെ ഉദയ സ്റ്റുഡിയോ അറിയോ? അപ്പച്ചനോടാണ് ചോദിക്കുന്നത്. അപ്പച്ചൻ ആരെന്നറിയില്ല. കുഞ്ചാക്കോൻ്റെ ഉദയ സ്റ്റുഡിയോ അറിയോ? അറിയാം. സ്റ്റുഡിയോയുടെ എതിർവശത്തുള്ള വീടാ. എന്നിട്ട് വീട്ടുപേരും പറഞ്ഞു കൊടുത്തു. ഉദയയിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചാൽ, ഉച്ചത്തിൽ മൊയ്തൂന്ന് വിളിച്ചാൽ വിളി കേൾക്കാവുന്ന അത്ര അടുത്തുള്ള ആളെ തേടിയാണ് ഒരാഴ്ചയായി അപ്പച്ചൻ കറങ്ങിയത് എന്നുള്ളതാണ് രസം. അപ്പച്ചൻ ആലപ്പുഴയിലേക്ക് മടങ്ങി. മൊയ്തുവിനെ കണ്ടെത്തിയിടം തന്നെ എന്തിനാണ് ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയത്, അല്ലെങ്കിൽ ബ്രോഡ്വേയിൽ പോയത്, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളെ കാണാൻ വന്നത് എന്താണെന്നുള്ള ആഗമന ഉദ്ദേശം അപ്പച്ചൻ പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഉമ്മയുടെ പകർപ്പവകാശം മൊയ്തു മറ്റൊരാളിന് വിറ്റു 100 രൂപയ്ക്ക്. അരൂരിലെ ഒരു പുസ്തക പ്രസാധകനാണ് ഉമ്മയുടെ റൈറ്റ് 100 രൂപയ്ക്ക് വാങ്ങിയത്. മൊയ്തു പടിയത്തിനെയും കൂട്ടി അപ്പച്ചൻ അരൂരിലെത്തി. ഇരട്ടി പൈസ 200 രൂപ കൊടുത്ത് ആ അവകാശം ഉദയ സിനിമയാക്കാനുള്ള അവകാശം എഴുതി വാങ്ങിച്ചു. മൊയ്തു പടിയത്തിന് 1000 രൂപ നൽകി. പുതിയൊരാളെ കൊണ്ട് തിരക്കഥ എഴുതിച്ചാലോ എന്നായി ആദ്യ ആലോചന. മില്ലുടമയായിരുന്ന നമ്പിലത്തുശ്ശേരിൽ വർക്കി കുഞ്ചാക്കോയുടെ സുഹൃത്താണ്. ഒരു മില്ല് നടത്തുന്ന ആളാണ്. നമ്പിയത്തുശ്ശേരിൽ വർക്കിയുടെ 8 മക്കളിൽ മൂന്നാമൻ ഒരു NV ജോണാണ്. ഈ പറയുന്ന വർക്കിയുടെ മകൻ NV ജോൺ സ്കൂളിലും കോളേജിലും ഒക്കെ നാടകം അവതരിപ്പിക്കുന്നതിൻ്റെ അസുഖമുള്ളവനാണ് ജോൺ. ഉദയ ബിഷപ്പിൻ്റെ വിളി സിനിമ എടുക്കുമ്പോൾ കോയിപ്പറമ്പിൽ അച്ഛൻ്റെ ശുപാർശയിൽ കുഞ്ചാക്കോ ഈ പറഞ്ഞ NV ജോണിന് ഒരു വേഷം കൊടുത്തു. ആ സിനിമയിലെ വില്ലനായിട്ട്, ബിഷപ്പിൻ്റെ വിളിയിലെ വില്ലനായിട്ട്. സംവിധായകൻ മോഹൻ റാവു കുഞ്ചാക്കോയോട് ഒന്നേ ചോദിച്ചുള്ളൂ, ഹീറോ നെയിം ഈസ് അബ്ദുൽ ഖാദർ ആൻഡ് ആൻറ്റി ഹീറോയിസ് നെയിം ജോൺ, ഹൗ ദാറ്റ് അപ്പീൽ? വളരെ സിമ്പിളായ ചോദ്യമാണ്. നമ്മുടെ സിനിമയിലെ നായകൻ്റെ പേര് അബ്ദുൽ ഖാദർ, വില്ലൻ്റെ പേര് NV ജോൺ. ഇത് ശരിയാവുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. സംവിധായകൻ്റെ നിരീക്ഷണം ശരിയാ. അബ്ദുൽ ഖാദർ എന്ന് കേൾക്കുമ്പോൾ മുസ്ലിമാണെന്നറിയാം, NV ജോൺ എന്ന് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനിയാണെന്നും അറിയാം. കുഞ്ചാക്കോയും ക്രിസ്ത്യാനിയാണ്. 2 പേരുടെയും പേര് മാറ്റണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ പേര് മാറ്റലിൻ്റെ ആശാനായ തിക്കുറിശി അബ്ദുൽ ഖാദറിന് പ്രേം നസീർ എന്നും NV ജോണിന് ശശികുമാർ എന്നും പേരിട്ടു. അങ്ങനെ നായകനും വില്ലനുമായിട്ട് പ്രേം നസീറും ശശികുമാറും അഭിനയിച്ചു. സിനിമയിൽ സ്വഭാവ നടനും സഹസംവിധാനവും നാടകത്തിൽ പ്രധാന വേഷവും ചെയ്ത് മുന്നേറുന്ന NV ജോൺ എന്ന ശശികുമാറിനോട് മൊയ്തു പടിയത്തിൻ്റെ നോവൽ ഉമ്മ സിനിമയാക്കുന്നു, തിരക്കഥ എഴുതാമോ എന്ന് ഉദയ തിരക്കി. ചിലപ്പോൾ തിരക്കിയത് അപ്പച്ചനായിരിക്കാം. തിരക്കി. മുസ്ലിം പശ്ചാത്തലത്തിലെ കഥാപാത്രങ്ങൾക്ക് ഞാൻ എഴുതിയാൽ നന്നാവില്ല, തനിക്കൊരു മുസ്ലിം നാടകം എഴുതി തന്ന ഒരാളുണ്ട്, അദ്ദേഹം ചിലപ്പോൾ നന്നായിട്ട് എഴുതാൻ സാധ്യതയുണ്ട് എന്ന് ശശികുമാർ പറഞ്ഞു, NV ജോൺ പറഞ്ഞു. ഇതിനിടയിൽ മൊയ്തു പടിയത്തും ആലപ്പി ഷെറീഫും
തിരക്കഥാ സംഭാഷണം എഴുതിയെങ്കിലും എന്തുകൊണ്ടോ കുഞ്ചാക്കോയ്ക്ക് ആ എഴുത്ത് ഇഷ്ടമായില്ല. അങ്ങനെ എസ് എൽ പുരത്തിനെ ക്ഷണിച്ചു, എസ് എൽ പുരം സദാനന്ദനെ ക്ഷണിച്ചു. അദ്ദേഹം വന്നതുമില്ല. അങ്ങനെ എൻ വി ജോൺ പറഞ്ഞ, അല്ലെങ്കിൽ എൻ വി ജോൺ എന്ന ശശികുമാർ പറഞ്ഞ ശാരംഗപാണി കുഞ്ചാക്കോയെ കാണാനെത്തി. ടി വി തോമസ് വാങ്ങിക്കൊടുത്ത സൗത്ത് ഇന്ത്യൻ റബ്ബർ ഫാക്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉദയ സ്റ്റുഡിയോയിലെ സ്റ്റുഡിബേക്കർ എന്ന് പറയുന്ന കാർ വന്ന് നിന്നത്. സ്റ്റുഡിബേക്കർ എന്ന് പറഞ്ഞ ആ കാലത്തെ ഒരു വില കൂടിയ കാർ വന്ന് നിന്നത്. ഡ്രൈവർ ഇറങ്ങി വന്ന് പറഞ്ഞു, മുതലാളി നിങ്ങളെ കാണാൻ വിളിക്കുന്നു. അങ്ങനെയാണ് ശാരംഗപാണി ഉദയയിലെത്തിയത്. 10-15 മിനിറ്റ് കാത്തു നിൽക്കേണ്ടി വന്നു. അതിനുശേഷമേ സെക്യൂരിറ്റിക്കാരൻ ലൂയിസ് ശാരംഗപാണിയെ മുതലാളിയുടെ റൂമിലേക്ക് കടത്തിവിട്ടുള്ളൂ. അപ്പോൾ ഈ കുഞ്ചാക്കോയെ കാണാൻ ആര് വന്നാലും ശരി, വന്ന് എന്ന് ലൂയിസ് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കയറി വരാൻ പറയില്ല. ഒരു 10-15 മിനിറ്റ് എടുക്കും. കാരണം അവിടെ നിന്ന് എണീറ്റ് പോയി മുഖമൊക്കെ കഴുകി ഒന്ന് പൗഡറൊക്കെ ഇട്ട് തലയൊക്കെ ചീകി, ഉടഞ്ഞു പോയ ഡ്രസ്സാണെങ്കിൽ അത് മാറ്റി വേറൊരു ഷർട്ടൊക്കെ ഇട്ട് സിമ്പിളനായിട്ട് വന്നിരുന്ന ശേഷമേ ബെല്ലടിക്കുള്ളൂ, അയാളെ കയറ്റി വിട് എന്ന് പറയുള്ളൂ. ശാരംഗപാണി വന്നപ്പോഴും അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ വല്ലാത്ത ദുനിയാവ് എന്ന മുസ്ലിം നാടകം എഴുതിയത് നിങ്ങളാണോ എന്നായി ആദ്യ ചോദ്യം കുഞ്ചാക്കോയുടെ. അദ്ദേഹം പറഞ്ഞു, ശാരംഗപാണി പറഞ്ഞു, അതെ. 1959 മാർച്ച് 9 ആദ്യമായി ശാരംഗപാണി കുഞ്ചാക്കോയെ കാണാൻ ഉദയയിലെത്തുമ്പോൾ കുഞ്ചാക്കോയ്ക്കൊപ്പം ഈ റൂമിൽ അപ്പച്ചൻ, തെക്കുറിശി, സംവിധായകൻ വിമൽകുമാർ എന്നിവരിപ്പുണ്ട്. 1959 മാർച്ച് 9 മൊയ്തു പണ്ഡിതിൻ്റെ ഉമ്മ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സിനിമ എഴുതാൻ അറിയാമോ എന്നായി അടുത്ത ചോദ്യം. ശ്രമിച്ചു നോക്കാം. ഉമ്മയിലെ പ്രധാനപ്പെട്ട 5 രംഗങ്ങൾക്ക് തിരക്കഥ എഴുതാൻ ശാരംഗപാണിയോട് കുഞ്ചാക്കോ പറഞ്ഞു. പ്രധാനപ്പെട്ട 5 രംഗം പറഞ്ഞിട്ടുണ്ട്, ഈ രംഗത്തിനെ ഒന്ന് എഴുതിക്കൊണ്ടുവരൂ, നിങ്ങൾ സിനിമയാക്കി കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അന്ന് തിരക്കഥയൊന്നും സ്ക്രീൻ പ്ലേ ഒന്നും പറയാറില്ല. എഴുതിക്കൊണ്ടുവരൂ. സ്റ്റുഡിയോയുടെ മുകളിലെ ഒരു കൊച്ചു മുറിയിലിരുന്ന് 1 മണിക്കൂറിനുള്ളിൽ ശാരംഗപാണി 5 സീനും എഴുതി തീർത്തു. നേരത്തെ പറഞ്ഞ 4 പേരുണ്ടല്ലോ, അതായത് അപ്പച്ചൻ, കുഞ്ചാക്കോ, തെക്കുറിശി, വിമൽകുമാർ, ഈ 4 പേരുടെ മുന്നിലിരുന്ന് ശാരംഗപാണി അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഈ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു. 4 പേരുടെയും മുഖം പ്രസന്നമായി. ഫിക്സ്. ദിവസം 3 രൂപ ശമ്പളത്തിൽ ഉമ്മയുടെ തിരക്കഥ എഴുതാൻ ഉറപ്പിച്ചു. സൗത്ത് ഇന്ത്യൻ റബ്ബർ ഫാക്ടറിയിലെ ജോലി ഉപേക്ഷിക്കാതെ രാത്രി കുഞ്ചാക്കോയുടെ വീട്ടിലിരുന്ന് 1 മാസം കൊണ്ട് ശാരംഗപാണി ഉമ്മയുടെ തിരക്കഥ എഴുതി തീർത്തു. ഉമ്മ സൂപ്പർ ഹിറ്റായി. അതിലെ നായകനായി വന്ന ഉമ്മറിൻ്റെ അന്നത്തെ പേര് സ്നേഹജാൻ എന്നായിരുന്നു. ഇതേക്കുറിച്ച് ഇട്ടതാണ്. ഉമ്മ വിജയിച്ചെങ്കിലും സ്നേഹജാൻ എന്നുള്ള പേര് എന്തുകൊണ്ടോ ഈ പേരെനിക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് വീണ്ടും ഉമ്മർ പഴയ ഉമ്മറിലേക്ക് തന്നെ പോയി. അങ്ങനെ സിനിമ സൂപ്പർ ഹിറ്റായാലും തുടർച്ചയായിട്ട് 100 ദിവസം പല സെൻറ്ററുകളിലും ഉമ്മ ഓടി. ബോണസായി 250 രൂപ ശാരംഗപാണിക്ക് കുഞ്ചാക്കോ നൽകി. 1960 250 രൂപ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ തുകയാണ് എന്ന് തന്നെ പറയാം. കയർ തൊഴിലാളി കുടുംബത്തിൽ പിറന്ന് തയ്യൽ തൊഴിലാളിയായി ഒടുവിൽ മുതലാളിപ്പടത്തിൻ്റെ അക്ഷരത്തൊഴിലാളിയായ ജീവിതമാണ് ശാരംഗപാണിയുടെ. 20ഓളം സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടു. വിജയകഥകൾ വിലപേശി പണമാക്കാൻ അറിയാത്ത മനുഷ്യനായിരുന്നു ശാരംഗപാണി. അദ്ദേഹം അവസാന കാലത്ത് പോലും താമസിച്ചിരുന്ന ആ പനമ്പ് കൊണ്ട് മറച്ച ആ വീട് കാണുമ്പോൾ വലിയ സങ്കടം തോന്നും. പണം വാരി പടങ്ങളുടെ തിരക്കഥാകൃത്തായിട്ട് പോലും. കാരണം കുഞ്ചാക്കോയോട് റേറ്റ് പറഞ്ഞ് പൈസ വാങ്ങിക്കാൻ അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് മരണം വരെയും കുഞ്ചാക്കോ മുതലാളിയായിരുന്നല്ലോ. അപ്പോൾ മുതലാളിയോട് എനിക്കിത്ര തരണം എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു. പുന്നപ്ര വയലാർ സമരസേനാനി ആയിരുന്നതിനാൽ കിട്ടുന്ന പെൻഷനും അപശ കലാകാരന്മാർക്കുള്ള പെൻഷനും കൊണ്ട് ജീവിക്കേണ്ടി വന്ന കലാകാരനായിരുന്നു ശാരംഗപാണി. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഒരുപാട് അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നപ്പോഴും അദ്ദേഹത്തിന് ആകെപ്പാട് അദ്ദേഹത്തിന് ഈ 2 പെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ, പിന്നെ അപശ കലാകാരന്മാർക്ക് കൊടുക്കുന്ന 300 രൂപ പെൻഷൻ. ഉമ്മയ്ക്ക് പിന്നാലെ ഉദയയ്ക്കായി വടക്കംപാട്ടിലെ ധീര നായിക ഉണ്ണിയാർച്ച സിനിമയാക്കാമോ എന്ന ആലോചനയായി. സിനിമാ നടനായി മാറിയ ഗോവിന്ദൻകുട്ടിയും PJ ആൻ്റണിയും കോട്ടയം ചെല്ലപ്പനും ജ്യോതി തിയേറ്റേഴ്സിന് വേണ്ടി ഉണ്ണിയാർച്ച നാടകം ചെയ്തിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനായി വാളെടുത്ത ധീരയായ പെണ്ണ് എന്ന നിലയിൽ ഉണ്ണിയാർച്ചയ്ക്കുള്ള പ്രതിപത്തിയാണ് സിനിമ
ചെയ്യാമെന്നുള്ള വഴിയിലേക്ക് ചിന്തിപ്പിച്ചത്. ശാരംഗപാണി എഴുതിയത് കുഞ്ചാക്കോ വായിച്ചു. രാഗിണിയെ ഉണ്ണിയാർച്ചയാക്കി. ആരോമൽ ചേകവറായി സത്യൻ, കുഞ്ഞിരാമനായി പ്രേം നസീർ. സിനിമ വലിയ വിജയമായിരുന്നു. ഈ നേരത്തെ പറഞ്ഞത് ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട്, അല്ലെങ്കിൽ ആരോമൽ ചേകവരാകാൻ വന്നപ്പോഴാണ് സാറിനെ പണ്ട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് ഈഞ്ചപ്പരുവാക്കിയ കഥ ശാരംഗപാണി പറഞ്ഞത്. ഉണ്ണിയാർച്ചയാകാനാണ് രാഗിണി ആദ്യമായി ഉദയയിലെത്തിയത്. ശാരംഗപാണി തിരക്കഥ കൈമാറുമ്പോൾ ആ പേപ്പർ കണ്ണിൽ തൊട്ട് തൊഴുതിട്ട് ശാരംഗപാണിയുടെ കാലിൽ തൊട്ട് തൊഴുതു രാഗിണി. ശാരംഗപാണിയുടെ മൂത്ത മകൾ കലയെ രാഗിണിയെ കൊണ്ട് നൃത്തം പഠിപ്പിച്ച് തുടക്കം കുറിക്കണമെന്ന് ശാരംഗപാണിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹം ആ ആഗ്രഹം നമ്മുടെ രാഗിണിയോട് പറഞ്ഞു. ഉണ്ണിയാർച്ചയുടെ സെറ്റിൽ വെള്ളി രൂപ ദക്ഷിണയായി നൽകി കല രാഗിണിയുടെ കീഴിൽ നൃത്തത്തിന് തുടക്കം കുറിച്ചു. അതിനു മുമ്പായിട്ട് രാഗിണി സ്വന്തം ബാഗ് തുറന്ന് സ്വർണ്ണ ചെലങ്ക എടുത്ത് കലയ്ക്ക് നൽകിയതിന് ശേഷമാണ് രാഗിണി നൃത്തം പഠിപ്പിച്ചത്. ആര് ചെയ്യും? നിങ്ങളാലോചിച്ച് നോക്കി. ഉണ്ണിയാർച്ചയുടെ തിരക്കഥ എഴുതുന്ന തിരക്കഥാകൃത്തിൻ്റെ മകളെ ഡാൻസ് പഠിപ്പിക്കാൻ ഏൽപ്പിച്ചപ്പോൾ സ്വന്തമായി ഡാൻസ് പ്രോഗ്രാമിന് പോകുമ്പം കാലിൽ കിട്ടുന്ന സ്വർണ്ണ ചെലങ്ക എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തിട്ടാണ് അവളുടെ ഡാൻസിൻ്റെ തുടക്കം കുറിച്ചത്. ശരിക്കും കുഞ്ചാക്കോ പോലും അതിശയിച്ചു പോയി എന്നാണ് പറയുന്നത്. പകൽ കമ്പനിയിൽ ജോലിയും രാത്രി ഉദയായിൽ തിരക്കഥ എഴുത്തും. പുതിയ ചിത്രത്തിൻ്റെ എഗ്രിമെൻ്റ് വയ്ക്കുമ്പോൾ ഫുൾ ടൈം സ്റ്റുഡിയോയിൽ ഉണ്ടാവണമെന്ന് ക്ലോസ് വെച്ചു. ഫുൾ ടൈം നിങ്ങൾ സ്റ്റുഡിയോയിൽ ഉണ്ടാവണം, അല്ലാതെ പകൽ ഫാക്ടറിയിൽ പണിക്കും പോയിട്ട് രാത്രി എൻ്റെ വീട്ടിൽ വന്നിരുന്ന് വെളുക്കണവരിരുന്ന് എഴുതി കുളമാക്കണ്ട. ഇനിയെങ്കിലും ഉദയയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതുമ്പോൾ നിങ്ങൾ ജോലി ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ശമ്പള വർധനയും ബോണസും എല്ലാം ഞാൻ കൂട്ടിത്തരാമെന്ന് കുഞ്ചാക്കോ പറഞ്ഞു. ശാരംഗപാണി ശരിക്കും ധർമ്മസങ്കടത്തിലായി. സിനിമ രംഗം എന്ന് പറയുന്നത് ഏത് നിമിഷവും ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിയാവുന്ന ഇടമാണ്. സ്ഥിരതയുള്ളൊരു ജോലി വലിച്ചെറിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബവും പട്ടിണിയാവുമോ എന്ന് ഒരു നിമിഷം ശാരംഗപാണി സംശയിച്ചു. സിനിമാ രംഗം വിടാൻ ശാരംഗപാണി തീരുമാനിച്ചു. ഒരു സിനിമ എന്ന് പറഞ്ഞൊരു ജാണിമേ കളിയല്ലേ. വിജയമായാൽ ലക്ഷങ്ങളുണ്ടാക്കാം, കോടികളുണ്ടാക്കാം. എത്ര മിടുക്കനായാലും പരാജയപ്പെട്ടു പോയാൽ പുറന്തള്ളപ്പെടും, അടുത്ത് വേറൊരാൾ കയറി വരും. അതുകൊണ്ട് തന്നെ സ്ഥിര വരുമാനം കിട്ടുന്ന ഒരു ജോലി, അല്ലെങ്കിൽ ടി വി തോമസ് വാങ്ങിത്തന്ന ജോലി നഷ്ടപ്പെടുത്തണ്ട എന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം അങ്ങനെ സിനിമ വിടാൻ നിശ്ചയിച്ചു. കുഞ്ചാക്കോ നിശബ്ദനായി, മറുപടിയൊന്നും പറയാതിരുന്നു. ശാരംഗപാണി ഉദയയുടെ ഗേറ്റ് കടക്കാൻ നേരം കുഞ്ചാക്കോ കൊടുത്തുവിട്ട ഒരു കത്തുമായി ലൂയിസ് വന്നു. ദേ മുതലാളി ഒരു കത്ത് വന്നു, ഇത് വായിച്ചിട്ട് പോകാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കത്ത് ശാരംഗപാണിക്ക് കൊടുത്തു. അതിൽ അദ്ദേഹം എഴുതിയിരുന്നത്, സിനിമയാകുമ്പോൾ കയറ്റിറക്കങ്ങൾ സ്വാഭാവികം. ഇതിനോടകം 4 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ താങ്കൾ കലാജീവിതം വിട്ടുപോകരുത്, ഉദയയിൽ ഉണ്ടാകണം. ഇതാണ് കുഞ്ചാക്കോ കത്തിൽ എഴുതിയിരുന്നത്. ഇതിനോടകം 4 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ താങ്കൾ, കാരണം 4 ഹിറ്റായി, കലാജീവിതം വിട്ടുപോകരുത്, ഉദയയിൽ ഉണ്ടാകണം. ശാരംഗപാണി തടുത്തു. തിരികെ ചെല്ലുമ്പോൾ കുഞ്ചാക്കോ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ ഈ കത്ത് വായിച്ചാൽ ശാരംഗപാണി തിരിച്ചു വരുമെന്ന് കുഞ്ചാക്കോയ്ക്ക് അറിയാമായിരുന്നു. എഴുതാനുള്ള പാഡെടുത്ത് കുഞ്ചാക്കോ ശാരംഗപാണിക്ക് നൽകി. തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന, മതിയാക്കി പോവുകയാണ്, സിനിമ എഴുത്തൊക്കെ മതിയാക്കി എന്ന് വിചാരിച്ചിരുന്ന ശാരംഗപാണി മുന്നിൽ വന്ന് നിന്നപ്പോൾ ഒന്നും പറയാതെ മേശപ്പുറത്ത് നിന്ന റൈറ്റിംഗ് പാഡെടുത്ത് ശാരംഗപാണിക്ക് നീട്ടി. അപ്പം തന്നെ ശാരംഗപാണി ആ പാഡിൽ കുറിച്ചു പാലാട്ട് കോമൻ. അതായത് അടുത്ത് ചെയ്യുന്ന ഉദയയുടെ സിനിമയുടെ പേരാണ് പാലാട്ട് കോമൻ. പിന്നീടുള്ളതൊക്കെ ചരിത്രമായിരുന്നു. ആരോമലുണ്ണി, പോസ്റ്റ്മാനെ കാണാനില്ല, തുമ്പോലാർച്ച, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, നീലപ്പൊന്മാൻ, ചീനവല, ചെന്നായ വളർത്തിയ കുട്ടി, മല്ലനും മാധേവനും, അച്ചാരോമണി ഓശാര ഓമന, കണ്ണപ്പനുണ്ണി, കടത്തനാട്ട് മാക്കം, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, ആനപ്പാച്ചൻ, സഞ്ചാരി തുടങ്ങി 33 സിനിമകൾക്ക് ശാരംഗപാണി തിരക്കഥ എഴുതി. 1960 കൈനഗിരി സ്വദേശി പ്രശോഭിനിയെ ശാരംഗപാണി വിവാഹം കഴിച്ചു. 2000 ഹൃദയസ്തംഭനം മൂലം അവർ മരിച്ചു. പിന്നെ ശാരംഗപാണി ഏകാഗിയായിരുന്നു എന്ന് പറയാം. സഖാവ് പി കെ മേദിനി, വിപ്ലവ ഗായിക പി കെ മേദിനി ശാരംഗപാണിയുടെ സഹോദരിയാണ്. 2011 ഫെബ്രുവരി 2 ശാരംഗപാണി മരിച്ചു. വെള്ളി നക്ഷത്രം എന്ന സിനിമാ വാരിക തുടങ്ങുമ്പോൾ
അവർ ആദ്യം ചെയ്തത് ശാരംഗപാണിയെ പോയി കണ്ട് ജീവിതകഥ വെള്ളി നക്ഷത്രത്തിൽ എഴുതണം. കേരളകൗമുദിയുടെ പ്രസിദ്ധീകരണമല്ലേ വെള്ളി നക്ഷത്രം, അതിൽ താങ്കളുടെ ജീവിതകഥ എഴുതണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഒപ്പം ഉദയയുടെയും ഉദയ ചിത്രങ്ങളുടെയും ആദ്യകാല മലയാള സിനിമയുടെയും കഥയും താങ്കൾ എഴുതണം എന്ന് ഏൽപ്പിച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ ശാരംഗപാണി സമ്മതിച്ചു, ഞാൻ എഴുതാം. 1989 ജൂൺ 2-ാം തീയതിയാണ് വെള്ളി നക്ഷത്രത്തിൻ്റെ ആദ്യ ലക്കം വായനക്കാരുടെ കൈകളിലെത്തുന്നത്. ആദ്യ ലക്കത്തിൽ ശാരംഗപാണി എഴുതി, ആലപ്പുഴ പട്ടണത്തിൽ ഒരു സാധാരണ തയ്യൽക്കാരനായി ജീവിതം തുടങ്ങിയ ഞാൻ സിനിമാ രംഗത്ത് വന്നു പെടുമെന്ന് ഒരിക്കൽ പോലും നനച്ചിരുന്നില്ല. ഉദയയുടെ എല്ലാമായ ശ്രീ കുഞ്ചാക്കോയാണ് എന്നെ സിനിമാ രംഗത്തേക്ക് കൊണ്ടുവന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വസിക്കാനാകാത്ത ഒരു കഥ പോലെ തോന്നുന്നു. കുഞ്ചാക്കോയെ കണ്ടതാണ് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഇതാണ് വെള്ളി നക്ഷത്രം വാരികയിൽ ആദ്യ ലക്കത്തിൽ ആമുഖമായി സിനിമാ ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിത ചരിത്രം എഴുതാൻ തുടങ്ങുന്ന ആമുഖമായി ശാരംഗപാണി എഴുതിയത്. ഹതഭാഗ്യനെന്ന് ഞാൻ പറയുന്നില്ല, കാരണം മക്കളൊക്കെ, ഒരു മകൻ വിചാരിച്ചിരിക്കാത്ത സമയത്ത് മരിച്ചുപോയി എങ്കിലും മറ്റു കുട്ടികളെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരു ധനാഢ്യനൊന്നും ആയില്ല. ഒരു മോശമല്ലാത്തൊരു നല്ല വീട് പോലും വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദയയുടെ അല്ലെങ്കിൽ കുഞ്ചാക്കോയുടെ എന്താ പറയുക, ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനായി, അല്ലെങ്കിൽ ഉദയയിൽ എന്താ പറയുക, തിരക്കഥാകൃത്തിൻ്റെ ഒരു വില അറിയാതെ, ഞാൻ പണം കായ്ക്കുന്ന സിനിമകൾ ചെയ്യുന്ന സിനിമകളുടെ തിരക്കഥ എഴുതുന്ന ആളാണെന്ന് സ്വയം ബോധ്യമാകാതെ, ആനയ്ക്ക് ആനയുടെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ കുഞ്ചാക്കോ മുതലാളിയാണ് എൻ്റെ എല്ലാം എന്ന് വിശ്വസിച്ച് ജീവിച്ചത് കൊണ്ടാകണം കമ്മ്യൂണിസ്റ്റുകാരനായ, എന്നാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായ കുഞ്ചാക്കോയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി ജീവിച്ചതാകണം. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ചിലപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റ് ആയിരിക്കും, പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് തോന്നുന്നത് അതൊരു മൈനസാണ്. എന്തായാലും മാന്യമായി ജീവിച്ചു അദ്ദേഹം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. പ്രിയപ്പെട്ട മലയാള സിനിമയുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത്, വടക്കംപാട്ട് സിനിമകൾ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാമെന്ന് തെളിയിച്ച, ഒരു ചെറിയ ത്രെഡിൽ നിന്ന് ഒരു വടക്കംപാട്ട് കഥ ഉണ്ടാക്കാൻ കഴിയും എന്ന് തെളിയിച്ച, എന്താ പറയുക, അജയ്യനായ തിരക്കഥാകൃത്ത് എന്ന് തന്നെ പറയാം. അദ്ദേഹം ചെയ്തതെല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഈ എന്താ പറയുക, MT ഒരു വടക്കം വീരഗാഥയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ഈ ശാരംഗപാണി പറഞ്ഞു വെച്ച പല കഥാപാത്രങ്ങളെയും മാറ്റിമറിക്കലൊക്കെ ഉണ്ടായി എങ്കിൽ പോലും അക്കാലത്ത് ഒരു എന്താ പറയുക, ടെക്നിക്കൽ പുരോഗതിയുമില്ലാത്ത കാലത്ത് ഉദയയ്ക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കഥാപാത്രങ്ങളും സിനിമകളും കാലാതിവർത്തിയായ അതിലെ പാട്ടുകളും, വയലാറും ദേവരാജനും കൂടി സൃഷ്ടിച്ച പാട്ടുകളും ഒക്കെ കാലാതിവർത്തിയായി നിൽക്കുന്നിടത്തോളം കാലം ശാരംഗപാണി എന്ന തിരക്കഥാകൃത്തിനെ നന്ദിയോടെ മലയാള പ്രേക്ഷകർ ഓർക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഐതിഹ്യമാലയിൽ നിന്ന് പോലും ഒരു ഏടെടുത്തിട്ട്, ഒരു കഥയെടുത്തിട്ട് അദ്ദേഹം അത് വടക്കം പാട്ടാക്കി മാറ്റിമറിച്ച് എഴുതിയ ആളാണ്. കൊട്ടാരത്തിൽ ശങ്കുണിക്ക് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല ഇത് ഞാൻ എഴുതിയ കഥയല്ലേ ഇയാൾ സിനിമയാക്കിയതെന്ന്. അത്ര വിദഗ്ധമായി ഐതിഹ്യമാലയിലെ ഒരു ഏടെടുത്ത് സിനിമയാക്കാൻ കഴിഞ്ഞ, തിരക്കഥ എഴുതാൻ കഴിഞ്ഞ പ്രതിഭയായിരുന്നു ശാരംഗപാണി ആശാൻ. ജീവിച്ചിരിക്കുമ്പോൾ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തിരുവനന്തപുരത്തും അദ്ദേഹം ആലപ്പുഴയിലും. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പറ്റിയ ആളുകളും എനിക്കില്ലായിരുന്നു. അല്ലെങ്കിലൊന്ന് ഞാൻ ജീവനോടെ കണ്ടേനെ അദ്ദേഹത്തിന്. എന്തായാലും മലയാള സിനിമയുടെ വടക്കംപാട്ട് സിനിമാ ചരിത്രത്തിന് സ്വന്തമായൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്ത ശാരംഗപാണി ആശാൻ്റെ ജീവിതകഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ അനശ്വരനായ കലാകാരൻ്റെ ആത്മാവിന് ആത്മാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.